അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോവാം കേട്ടോ. എൻ്റെ വീട്ടിലും പിന്നെ ഏട്ടൻ്റെ അനിയൻ്റെ വീട്ടിലും ഒന്ന് കയറണം. അനിയൻ എന്ന് വെച്ചാൽ ഏട്ടൻ്റെ കൊച്ചച്ഛൻ്റെ മകനാണ് കേട്ടോ. അപ്പോൾ കൊച്ചച്ഛൻ്റെ മകൻ്റെ അനിയൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പോൾ കുഞ്ഞിനെയും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ച് വീട്ടിലോട്ട്. അപ്പോൾ കുഞ്ഞിനൊരു ഡ്രസ്സ് മേടിക്കാൻ നമ്മൾ കരുനാഗപ്പള്ളി തുപ്പാശ്ശേരി കയറാം കേട്ടോ. തുപ്പാശ്ശേരി കരുനാഗപ്പള്ളി ഏറ്റവും വലിയ തുണിക്കടയായിരുന്നു കേട്ടോ, ഇപ്പോഴും ആണ്. അപ്പോൾ ചിച്ചു പിന്നെ ഇങ്ങനെയുള്ള പ്രതിമകളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തൊട്ടി കുത്തിയൊക്കെ നോവിക്കാതെ പോത്തില്ല. അങ്ങനെ നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ഒരെണ്ണം ഡ്രസ്സ് കുഞ്ഞിനെടുത്ത് അങ്ങനെ താണ്ട വീട്ടിലേക്ക് എത്തി കേട്ടോ. അവന് കുഞ്ഞേ ഉള്ളായിരുന്നു, വൈഫിന് ജോലിയുണ്ട്, അതുകൊണ്ട് അവൾ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾ താണ്ട് ഈ ഡ്രസ്സൊക്കെ ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ താണ്ട് അവിടെ വെയിലായതുകൊണ്ട് പെട്ടെന്ന് പൊക്കി വാവ എടുത്തുകൊണ്ട് പോയ ഒരാൾ ചമ്മി പോയി ഡ്രസ്സ് കൊടുക്കാൻ പോയതായിരുന്നു. അങ്ങനെ താണ്ട് വാവയ്ക്ക് ഡ്രസ്സൊക്കെ കൊടുത്ത് പിന്നെ രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ കളിയൊക്കെയാണ്. രണ്ടുപേരെന്ന് വെച്ചാൽ ഇവള് മറ്റേ കുഞ്ഞായിരുന്നല്ലോ, ഇപ്പം നടക്കാനൊക്കെ തുടങ്ങി. അന്ന് നടക്കത്തൊന്നുമില്ലായിരുന്നു അന്നൊക്കെ കണ്ടപ്പോൾ. ഇപ്പോൾ കൂടെ കളിക്കാനായിട്ടുണ്ട്. അങ്ങനെ രണ്ടും കൂടെ നല്ല കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ വാങ്ങിയ ഡ്രസ്സാണ് വാവ ഇട്ടേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകുക കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ തന്നെ 2 മണിയായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ട്വിസ്റ്റ് ഞാൻ വേറെ ഒന്നുമല്ല പറയാം കേട്ടോ. അങ്ങനെ തന്നെ എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തെല്ലാം നല്ല വയലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ട്വിസ്റ്റ് എന്ന് പറയുന്നത് നിൽക്കുന്നതാണ് കേട്ടോ. ഞങ്ങൾ ടിങ്സാണ്, പക്ഷെ കണ്ടാൽ ആരും പറയത്തില്ല കേട്ടോ. ഞാനിപ്പോൾ കാണിക്കാം, നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ ടിങ്സ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതാണ് ആള്. പിന്നെ മറ്റേത് എൻ്റെ മൂത്ത ചേച്ചിയാട്ടോ. ഞങ്ങൾ 3 പെൺപിള്ളേരാണ് കേട്ടോ. ഫസ്റ്റത്തെ മൂത്ത ചേച്ചിയാണ്. മൂത്ത ചേച്ചിയെ കണ്ടാൽ ഞങ്ങൾ കാട്ടി ഇളയതാണെന്നേ പറയും. ഇതാണ് എൻ്റെ അമ്മ കേട്ടോ. ആൾ ക്യാമറയുടെ ഫ്രണ്ടിലൊന്നും വരത്തില്ലായിരുന്നു. പിന്നെ അവിടെ ഇരുന്നപ്പോൾ ഞാൻ അറിയാതൊരു വീഡിയോ എടുത്തതാണ്. പിന്നെ ഞങ്ങൾ പോകാൻ നേരം അവിടെ കുഞ്ഞാട്ടോ, മറ്റേ അവൾ നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഒന്ന് കറക്കിയിട്ട് പോവാന്ന്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് അഷ്ടമുടി റിസോർട്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് നമുക്ക് ബോട്ട് ജെട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരം കറങ്ങിയിട്ട് പോവാന്ന് വെച്ച് നമ്മൾ അങ്ങോട്ട് പോകാം കേട്ടോ. നല്ല വൈബാണ് കേട്ടോ ഇവിടെ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണെങ്കിൽ ഞാൻ 1-2 വട്ടം വന്നിട്ടുള്ളൂ. ഞങ്ങളുടെ അമ്മയാണെങ്കിൽ ഒട്ടും ഇവിടെ വന്നിട്ടില്ല. അമ്മ ആദ്യമായിട്ടായിരുന്നു കേട്ടോ ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഏട്ടാ ചോദിക്കുകയാണ് ഇത്രയും അടുത്ത് വന്നിട്ട് അമ്മ ആദ്യമായിട്ടാണോ വരുന്നതെന്ന്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ അവരെ ഇറക്കി കേട്ടോ. അപ്പോൾ കാഴ്ചയൊക്കെ കണ്ടപ്പോഴേക്ക് കുഴപ്പമില്ല, വാവ കരയൊന്നുമില്ലായിരുന്നു പോകാൻ നേരം. പക്ഷെ ആൾ തിരിഞ്ഞ് നോക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങളിതാ കരുനാഗപ്പള്ളി വീട്ടിലേക്ക് പോവാണ്. ടാറ്റ ബൈ ബൈ.